ഹലോ ഓൾ. ഇന്ന് നമ്മൾ കുറെ നാളായി നമ്മൾ കണ്ടിട്ട് അല്ലേ? അപ്പോൾ പുതിയ സെമിസ്റ്റർ 4 ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ്. അത് ഹാൻഡിൽ ചെയ്യണത് ഞാനാണ്. ഇതെന്ന് പറഞ്ഞത് ഒരു തിയറി സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഈ കാണുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആ സബ്ജക്റ്റിന്റെ കോഴ്സ് പ്ലാൻ ആണ്. ഈ കോഴ്സ് പ്ലാൻ നിങ്ങൾക്ക് ഇതിന്റെ എന്താ മൂഡിലിന്റെ അകത്ത് കോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. സബ്ജക്റ്റിന്റെ പേര്, അതിന്റെ സബ്ജക്ട് കോഡ്, ഇതൊക്കെ നമ്മള് ഡയറക്റ്റ് ലൈവ് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ നിങ്ങൾ ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പൊ നമുക്കത് പറ്റാത്തതുകൊണ്ട് ഇതിപ്പോ കോഴ്സ് പ്ലാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന്റെ സിലബസ് ആണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂളില് എന്താണ് സിലബസ്, അത് എടുക്കാൻ എത്ര സമയം എടുക്കും, 2 ആഴ്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് IL ആണ്. IL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ PPTസും ഹാൻഡ് ഔട്ട്സും അങ്ങനെയൊക്കെ തരും. ടെക്സ്റ്റിന്റെ പേര് ഈ സൈഡിലുണ്ട്, കമ്പ്യൂട്ടർ അൽഗോരിതംസ് എന്നാണ് ടെക്സ്റ്റിന്റെ പേര്. ഓതറിന്റെ പേര് ഹൊറോവിസ് ആൻഡ് സാഹ്നി ആണ്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പൊ ഈ കോഴ്സ് പ്ലാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഈ ആഴ്ച നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് അറിയാം. അതുകൂടാതെ ഈ നമ്മുടെ സബ്ജക്റ്റിന് 2 ടെസ്റ്റുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ 2 ടെസ്റ്റുകൾ എന്നാണ് വരുന്നതെന്നുള്ളതും ഉണ്ട് കണ്ടോ. ഫസ്റ്റ് ഓൺലൈൻ ക്വിസ് ഇവിടെ ആയിരിക്കും വരുന്നത്, മേ ബി വീക്ക് 4 വരുന്നത് കേട്ടോ, അതായത് 1 മാസം കഴിയുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓൺലൈൻ ക്വിസ് വീക്ക് 8 9 ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അസൈൻമെന്റും ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അസൈൻമെന്റ് വീക്ക് 10 അപ്പൊ ഇത്രയും കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീക്ക് 1 ആണ്. അപ്പോൾ വീക്ക് 5-ലും 4-ലും 10-ലും ഒക്കെ ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതംസ്. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വാട്ട് ഈസ് അൽഗോരിതം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്താ വാട്ട് ഈസ് അൽഗോരിതം? എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. So it is given here. Algorithm is a finite set of instructions that if followed accomplishes a particular task. Algorithm എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച്, ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് അത് തീരും കുറച്ച് കഴിയുമ്പോൾ അല്ലെ? ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഇഫ് ഫോളോഡ്, അത് ഫോളോ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. നമ്മൾ C പഠിച്ചപ്പോൾ ഓർക്കണ്ടോ, ആദ്യം നമ്മൾ പഠിച്ച അൽഗോരിതം എന്തായിരുന്നു? ഹൗ ടു മേക്ക് എ ടീ ആയിരുന്നു അല്ലെ? അത് ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചായ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അതുപോലെ അൽഗോരിതം ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇഫ് ഫോളോഡ് അക്കംപ്ലിഷസ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, അതായത് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അൽഗോരിതംസ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ഇത്രയും ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡെഫിനിറ്റ്നെസ്, ഫൈനൈറ്റ്നെസ്, എഫക്റ്റീവ്നെസ്. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഗോരിതം ക്യാൻ ഹാവ് 0 or more quantities of input. അതായത് ഒന്നില്ലെങ്കിൽ 0 ഇൻപുട്ട് ഒന്നും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഉണ്ടാകാം. ഇനി ഔട്ട്പുട്ട്, അൽഗോരിതം ഷുഡ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 1 ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് എങ്കിലും ഉണ്ടായിരിക്കണം, 0 ഔട്ട്പുട്ട് ആവാൻ പാടില്ല. ഡെഫിനിറ്റ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും ഡെഫിനിറ്റ് ആയിരിക്കണം. അതിന് പ്രത്യേക ഒരു അൺആംബിഗ്യസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ആംബിഗിറ്റി എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിരിക്കണം. ഫൈനൈറ്റ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യണം. അതാ കണ്ടോ, ഈ സെന്റൻസ് വായിച്ചു നോക്കിയേ. ദ അൽഗോരിതം ടെർമിനേറ്റ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ്. കുറച്ച് സ്റ്റെപ്പ് കഴിയുമ്പോൾ ടെർമിനേറ്റ് ചെയ്യണം. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസിബിൾ ആയിരിക്കണം, ബേസിക്, അതായത് ആ സ്റ്റെപ്പ് എഫക്റ്റീവ് ആയിരിക്കണം. വെറുതെ നമ്മൾ ഒരു സ്റ്റെപ്പ് എഴുതി വെക്കരുത്, ആ സ്റ്റെപ്പ് എഴുതിയോണ്ട് ഒരു ഗുണം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു സ്റ്റെപ്പ് എഴുതി A=B, പിന്നെ B=, അല്ലെങ്കിൽ A=B എന്നൊരു സ്റ്റെപ്പ് എഴുതി, അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ B=A എന്ന് എഴുതി. 2 സ്റ്റെപ്പ് അടുപ്പിച്ച് എഴുതിക്കുക. സ്റ്റെപ്പ് 5 എന്നുള്ളത് A=B, സ്റ്റെപ്പ് 6 B=A. ഇത് രണ്ടും എഴുതിയത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? A Bയിലോട്ട് B Aയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് 6 നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതൊരു എഫക്റ്റീവ് സ്റ്റെപ്പേ അല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കണം. ഇതാണ് അൽഗോരിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി
Algorithms that are definite and effective are also called computational procedures. അങ്ങനെയുള്ള അൽഗോരിതത്തിനെ computational procedures എന്ന് പറയും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, which is designed to control the execution of jobs. And so that when no jobs are available, it goes to a waiting state until a new job is entered. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെയാണല്ലോ, അതായത് കുറെ ജോബ്സ് ഉണ്ടെങ്കിൽ ആ ജോബ്സ് ഒക്കെ ചെയ്യും, ഒരു ജോബും ഇല്ലെങ്കിൽ അത് സ്ലീപ്പ് മോഡിലേക്ക് പോകുമല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്ലീപ്പ് ആവും അല്ലെ. വെറുതെ ജോലിയൊന്നും ഇല്ലാതെ അത് അങ്ങനെ എണീറ്റിരിക്കുന്നില്ല. അത് എന്താ നോ ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെയിറ്റിംഗ് മോഡിലേക്ക് പോകും. ഇനി സ്റ്റഡി ഓഫ് അൽഗോരിതത്തിൽ ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഡിവൈസ് അൽഗോരിതം, ഹൗ ടു വാലിഡേറ്റ് അൽഗോരിതം, ഹൗ ടു അനലൈസ് അൽഗോരിതം, ഹൗ ടു ടെസ്റ്റ് അൽഗോരിതം. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇനി നെക്സ്റ്റ് അൽഗോരിതം സ്പെസിഫിക്കേഷൻ. 10 കാര്യങ്ങളുണ്ടായിരുന്നത് സ്യൂഡോ കോഡ് കൺവെൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു അൽഗോരിതം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം, 10 പോയിന്റ്സ് ഉണ്ട്. ആ 10 പോയിന്റ്സ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഒന്നാമത് കമന്റ്സ് ബിഗിൻ വിത്ത് ഡബിൾ സ്ലാഷ്. ഡബിൾ സ്ലാഷിൽ നിന്നാണ് കമന്റ് തുടങ്ങേണ്ടത്. പിന്നെ ഓരോ ബ്ലോക്കും കേർലി ബ്രേസസിന്റെ ഉള്ളിലായിരിക്കണം. പിന്നെ ഒരു ഐഡന്റിഫയർ ഷുഡ് ബിഗിൻ വിത്ത് എ ലെറ്റർ. ഐഡന്റിഫയർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അസൈൻമെന്റ് ഓഫ് വാല്യൂസ് ടു വേരിയബിൾ ഇസ് ഡൺ യൂസിംഗ് ദ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. ഇവിടെ ഈ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പോൾ വേരിയബിളിന്റെ പേര് ഈക്വൽ ടു എക്സ്പ്രഷൻ, അതായത് a ഈക്വൽ ടു 5 അങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്. There are 2 boolean values, true and false, and relational operators. ഈ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം, ട്രൂ ആൻഡ് ഫോൾസ് യൂസ് ചെയ്യാം അൽഗോരിതത്തിന്റെ അകത്ത്. മൾട്ടി ഡയമെൻഷണൽ അറേ വരുമ്പോൾ അതിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യും അൽഗോരിതത്തിൽ. അൽഗോരിതം എങ്ങനെ എഴുതണേ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഫോറും വയലും റിപ്പീറ്റ് അൺടിലും ആണ് കേട്ടോ. ഡു വയൽ അല്ല, ഫോർ വയൽ ആൻഡ് റിപ്പീറ്റ് അൺടിൽ ആണ്. നമ്മൾ സീന്റെ അകത്ത് നമ്മൾ അൽഗോരിതം എഴുതിയപ്പോൾ ലാബ് റെക്കോർഡിലൊക്കെ നമ്മൾ അൽഗോരിതം എഴുതിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് അൺടിൽ ആണ് നമ്മൾ അപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഡു വയൽ യൂസ് ചെയ്തിട്ടില്ല. ഫോറും വയലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ റിപ്പീറ്റ് അൺടിൽ മാത്രമാണ് അൽഗോരിതത്തിൽ എഴുതിയിട്ടുള്ളൂ. ഇനി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഇഫ് ഉണ്ടാവും കണ്ടീഷൻ, ദെൻ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് പകരം നമ്മൾ സീനും സി ഔട്ടോ പ്രിന്റഫോ സ്കാനഫോ എഴുതാറില്ല. പകരം എന്താ ചെയ്യുക, റീഡ് അല്ലെങ്കിൽ റൈറ്റ് എന്നായിരിക്കും എഴുതണം. ഇനി അൽഗോരിതത്തിന് ഒരു നെയിം ഉണ്ടാവും അല്ലേ. ആ നെയിമിന് 2 പാർട്ടുണ്ട്, ഹെഡിങ്ങും ഉണ്ടാവും ബോഡി ഉണ്ടാവും. ഇതാണ് ഹെഡിങ്. ഹെഡിങ്ങിന്റെ അത് അൽഗോരിതം എന്ന് എഴുതും, പിന്നെ അൽഗോരിതത്തിന്റെ പേര്, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്, ഇത്രയും ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സോർട്ടിങ്ങിനുള്ള ഒരു അൽഗോരിതം ആണ്. അപ്പോൾ അത് എന്താണ് ആ അൽഗോരിതം എന്നൊന്നും ഇപ്പൊ പഠിക്കണ്ട, ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. അൽഗോരിതത്തിൽ എന്തുള്ള അൽഗോരിതം സെലക്ഷൻ സോർട്ട് ആണ്. അതിൽ 2 പാരാമീറ്റർ ഉണ്ട്, എയും എന്നും. അപ്പൊ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു വരിയാണ് അൽഗോരിതത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതാണ് അൽഗോരിതത്തിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇത് എന്ത് വേണമെങ്കിലും ആകാൻ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ അവറിൽ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. Thank you so much.